നല്ല ആരോഗ്യത്തിന് എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഈ അറിവ് അറിയാതെ പോകരുത്. കാരണം ഈ അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആഹാരം കഴിച്ച് നമ്മൾ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പോകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നെഞ്ചിരിച്ചിൽ, പുളിച്ചുകെട്ടൽ, കഴുത്തുവേദന, മുട്ടുവേദന എന്ന നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റും. കാരണം ഈ രോഗങ്ങളുടെയൊക്കെ പിന്നാമ്പുറം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ കാരണങ്ങൾ തേടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെയാണ്. തെറ്റായ ഭക്ഷണ രീതിയാണ് നമ്മളെ ഇത്തരം രോഗങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് വരാനുള്ള കാരണങ്ങളും ഈ പറഞ്ഞ ശരിയല്ലാത്ത ഭക്ഷണ രീതിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഭക്ഷണ രീതി ഏതാണ്, ഇത് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഭക്ഷണ രീതിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. ഒന്നാമത്തെ റൂളാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂളാണ്, ഫ്രഷ് ആയിട്ടും ചൂടോടുകൂടി ആഹാരം കഴിക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രഷ് അല്ലാത്ത, ചൂടില്ലാത്ത ആഹാരമാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കാനും നമ്മളെ ദഹനവ്യവസ്ഥ മന്ദിപ്പിക്കാനും കാരണമാകുന്നുണ്ട്. കാരണം നമ്മളൊരു ആഹാരം ഉണ്ടാക്കി തുറന്നു വെച്ച് കുറേ സമയം നിൽക്കുന്ന സമയത്ത്, കുറേ സമയം പുറത്ത് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് ബാക്ടീരിയകൾ വളരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതിനകത്ത് ചില സമയത്ത് ഈ കോളിയും അല്ലെങ്കിൽ സാൽമോണല പോലുള്ള ബാക്ടീരിയകൾ വളർന്ന് നമുക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. ഇനിയിപ്പോൾ തണുത്ത ആഹാരമാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ദഹിക്കില്ല, ദഹനവ്യവസ്ഥയെ മന്ദീപിക്കും. അത് നമ്മളെ ദഹനവ്യവസ്ഥയെ മോശമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടും ചൂടോടുകൂടിയുള്ള ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. എല്ലാ ഭക്ഷണ പദാർത്ഥത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിനും ആ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഓർത്ത് വെച്ച് കൂടി ഫ്രഷ് ആയിട്ടുള്ള ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. രാവിലെ ഉണ്ടാക്കിയ ആഹാരം രാത്രി ചൂടാക്കി കഴിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. രണ്ടാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിച്ച ആഹാരം ദഹിച്ചതിന് ശേഷം മാത്രം അടുത്ത ആഹാരം കഴിക്കുക. ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കൃത്യമായി ദഹിച്ചതിന് ശേഷം മാത്രം അടുത്ത ആഹാരം കഴിക്കുക. അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ദഹനവ്യവസ്ഥയെ ബാധിക്കും. നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മളെ പോഷകാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യില്ല. നമ്മൾ ഒരു ആഹാരം കഴിച്ച് ദഹിച്ചതിന് ശേഷം മാത്രം അടുത്ത ആഹാരം കഴിക്കുക. രാവിലെ നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫീസിലെത്തി 11 മണിക്ക് ആദ്യം ചായയും കടിയും കഴിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ശരീരഭാരത്തിനനുസരിച്ച് നമ്മൾ ആഹാരം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓരോ വ്യക്തിക്കും അവരവൻ്റെ ഹൈറ്റിനും വെയ്റ്റിനും ജോലിക്കും അനുസരിച്ച് എത്ര കിലോ കലോറി ആഹാരം കഴിക്കണമെന്ന് ഉള്ള റൂൾസ് ഉണ്ട്. നമ്മളെ ഭാരം അനുസരിച്ചും നമ്മൾ ഹൈറ്റ് അനുസരിച്ചും നമുക്ക് എത്ര ഊർജ്ജം ആവശ്യമാണ്, ആ ഊർജ്ജം കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ആഹാരം മാത്രം കഴിക്കുക. ഇങ്ങനെ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരഭാരം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും. നാലാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളതിനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനും വയറും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. വാഗസ് നെർവ് വഴി ഈ ബ്രെയിനും നെർവും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മളെ വയറിനെയും ബാധിക്കുന്നുണ്ട്, വയറുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മളെ മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള സമയം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും, ചില സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കും. ഇത് രണ്ടും നമ്മളെ ആരോഗ്യ പ്രശ്നത്തിലേക്ക് എത്തിച്ചേർക്കും. അമിതമായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചില സമയത്ത് ഭാരം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ റൂൾസുകൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ഭക്ഷണം കഴിച്ച് ദഹിച്ചതിന് ശേഷം മാത്രം ആഹാരം കഴിക്കുക. ചൂടോടെയും ഫ്രഷ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള ആഹാരങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക. നമ്മൾ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് രേഖപ്പെടുത്തുക. ഞാൻ ഗ്യാരണ്ടി പറയുന്നു നമ്മൾ ഇപ്പം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇതൊരു ശാശ്വത പരിഹാരമായിരിക്കും. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട റൂൾസുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ റൂൾസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.